ഹരേ കൃഷ്ണ. നന്ദനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭഗവാന്റെ വാഹനമായ ഗരുഡസ്വാമിയുടെ ഒരു കഥയാണ്. ഗരുഡസ്വാമിയുടെ ജന്മകഥയാണെന്ന് പറയാൻ പോകുന്നത്. ഭഗവാന്റെ പരമഭക്തനായിരുന്ന ഗരുഡസ്വാമിയുടെ കഥ. ഗരുഡസ്വാമിക്ക് വേറൊരു പേര് കൂടിയുണ്ട്, സുബർണൻ എന്ന ഒരു പേര് കൂടിയുണ്ട്. സുബർണൻ തപസ് ചെയ്തിരുന്നത്, അതായത് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് പാപങ്ങളൊക്കെ തീരാൻ വേണ്ടി സുബർണൻ തപസ് ചെയ്തിരുന്നതാണ്. സൗവർണിക നദിയുടെ തീരത്താണ് സുബർണൻ തപസ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ആ നദിക്ക് സൗവർണിക എന്ന പേര് കൂടി ഉണ്ടായത്. കൊല്ലൂർ മൂകാംബികയിലാണ് സൗവർണിക നദി. അവിടെ നമുക്ക് കൊല്ലൂർ മൂകാംബികയിൽ പോകുകയാണെങ്കിൽ ഗരുഡസ്വാമി തപസ് ചെയ്തിരുന്ന സ്ഥലം നമുക്ക് കാണാം. അത് ഇന്ന് ഗരുഡ ഗുഹ എന്നും പറഞ്ഞ് അതവിടെയുണ്ട്. ഭഗവാൻ ഗരുഡൻ്റെ പുറത്തിരുന്നു കൊണ്ടാണ് എല്ലാവരെയും കാണാൻ പോയിക്കൊണ്ടിരുന്നത്. അതായത് നരകാസുരനെ വധിക്കാൻ പോയപ്പോൾ സത്യഭാമയുമായാണ് പോകുന്നത്, അപ്പോൾ ഗരുഡൻ്റെ പുറത്താണ് പോകുന്നത്. അതുപോലെ തന്നെ ധ്രുവനെ കാണാൻ പോകുന്നത്, അങ്ങനെ ഗജേന്ദ്രമോക്ഷം കൊടുക്കാൻ പോകുന്നതൊക്കെ ഗരുഡസ്വാമിയുടെ പുറത്തിരുന്നു കൊണ്ടാണ് ഭഗവാൻ പോകുന്നത്. ആ ഗരുഡസ്വാമിയുടെ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. വിശ്വരൂപ ദർശനത്തിൽ അർജുനനോട് ഭഗവാൻ പറയുന്നുണ്ട്, പക്ഷികളിൽ ഞാൻ ഗരുഡനാണ് എന്നാണ് പറയുന്നത്. കശ്യപ പ്രജാപതിയുടെ ഭാര്യമാരാണ് കദ്രുവും വിനീതയും. കദ്രുവിനോടും വിനീതയോടും കശ്യപ പ്രജാപതി എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ കദ്രു പറയുന്നത്, എനിക്ക് 100 മക്കളെ വേണമെന്നാണ് പറയുന്നത്. വിനീത പറയുന്നത്, ശ്രേഷ്ഠമായ 2 പുത്രന്മാരെ എനിക്ക് തന്നാൽ മതിയെന്നാണ് വിനീത പറയുന്നത്. പക്ഷേ കദ്രു പറയുന്നത്, എനിക്ക് മക്കളായി വേണ്ടത് 100 സർപ്പങ്ങളെയാണ്, വിഷസർപ്പങ്ങളെ വേണമെന്നാണ് കദ്രു പറയുന്നത്. അങ്ങനെ 100 മുട്ടകൾ കശ്യപ പ്രജാപതി കദ്രുവിന് കൊടുക്കുന്നു. 2 മുട്ടകൾ നമ്മുടെ വിനീതയ്ക്കും കൊടുക്കുന്നു. അങ്ങനെ അവർ താമസിക്കുകയാണ്. കുറേ നാളുകൾ കഴിഞ്ഞു, മുട്ട വിരിഞ്ഞു. കദ്രുവിൻ്റെ മുട്ടകളൊക്കെ വിരിഞ്ഞു. 100 വിഷസർപ്പങ്ങളാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ആ വിഷസർപ്പങ്ങളെല്ലാം കദ്രുവിന് ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. ഒരു പ്രൊട്ടക്ഷൻ പോലെയാണ് കദ്രുവിന് ചുറ്റും ആ വിഷസർപ്പങ്ങൾ നടക്കുന്നത്. അതേ സമയത്ത് വിനിതയുടെ ആ മുട്ടകളൊന്നും വിരിയുന്നില്ല. വിനിതയ്ക്കാണെങ്കിൽ കാണുമ്പോൾ സങ്കടം വരും. കാരണം കദ്രുവിന് മക്കളൊക്കെ ആയി അവൾ സന്തോഷത്തോടെ അങ്ങനെ ജീവിക്കുകയാണ്. അസൂയ തോന്നും വിനിതക്കാണെങ്കിൽ കദ്രുവിൻ്റെ ആ സന്തോഷമൊക്കെ കാണുമ്പോൾ. പക്ഷേ ഈ വിനിതയുടെ മുട്ടകൾ വിരിയുന്നില്ല. പെട്ടെന്ന് വിനിതയ്ക്കൊരു ഇത് തോന്നും. വിനിത എന്ത് ചെയ്യും? ഒരു മുട്ട പെട്ടെന്ന് ഇങ്ങനെ ഒരു മുട്ട വിനീത ഇങ്ങനെ കുട്ടി കൊടുക്കുമ്പോഴത്തേക്ക് അത് വിരിയുന്നു. അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പകുതി മനുഷ്യനും പകുതി മനുഷ്യനല്ലാത്തൊരു ശരീരത്തോടു കൂടിയ ഒരു ശിശുവാണ് പുറത്തേക്ക് വരുന്നത്. അതാണ് അരുണൻ. അത് പിന്നീട് നമ്മുടെ സൂര്യന് ചുറ്റും അരുണശോഭയുണ്ടാക്കുന്ന അത് ഈ വിനിതയുടെ പുത്രനാണ്. അപ്പോൾ വിനിതയോട് അരുണൻ പറയുന്നു, അമ്മേ കുറച്ചുകൂടി കാത്തിരുന്നിരുന്നെങ്കിൽ പൂർണ്ണ രൂപമായി ഞാൻ പുറത്തു വരില്ലായിരുന്നു. എൻ്റെ ഭൂമിയിൽ ജീവിക്കാനുള്ള, എൻ്റെ ഇവിടെ ജീവിക്കാനുള്ള ആ ഒരു സമയം അമ്മ നഷ്ടപ്പെടുത്തി. അതിനാൽ അമ്മയെ ഞാൻ ശപിക്കുന്നു. അമ്മ എന്നും കദ്രുവിൻ്റെ അടിമയായി ജീവിക്കട്ടെ എന്ന് അരുണൻ ശപിക്കുകയാണ് അമ്മയെ. എന്നിട്ട് അരുണൻ സൂര്യലോകത്തേക്ക് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് അങ്ങനെ വിനീത പിന്നീട് സങ്കടപ്പെട്ട് അങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ ഒരിക്കൽ എങ്കിലും ഒരു പ്രതീക്ഷയാണ്. ഒരു മുട്ട വിരിയാതെ ഉണ്ടല്ലോ, അത് ആ മുട്ട വിരിഞ്ഞു വരുന്ന പുത്രൻ എന്നെ സംരക്ഷിക്കും, എന്നെ കാത്തുരക്ഷിക്കും, എന്നെ സ്നേഹിക്കും എന്നൊക്കെ വിനിത സ്വപ്നം കണ്ട് അങ്ങനെ ജീവിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് കദ്രുവും വിനിതയും കൂടി ഒരു സ്ഥലത്തിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആകാശത്തുകൂടി ഒരു ഉച്ചൈസ്രവസ്, അതായത് മന്ദരപർവ്വതത്തെ കടയുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു വെള്ള കുതിരയാണ്. സൂര്യനാണ് ആ ഉച്ചൈസ്രവസിനെ സ്വീകരിക്കുന്നത്. ആ വെള്ള കുതിരയുടെ പുറത്താണ് സൂര്യൻ്റെ തേര് തെളിക്കുന്നത് ആ വെള്ള കുതിരയാണ്. അങ്ങനെ ഒരിക്കൽ കദ്രുവും വിനീതയും കൂടി അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഉച്ചൈസ്രവസ് ഇങ്ങനെ പോകുന്നത് കാണും. അപ്പോൾ കദ്രു പറയും, ആ കുതിരയുടെ വാലിന് കറുപ്പ് നിറമാണെന്ന് പറയും.
അപ്പോൾ വിനിത പറയും അല്ല അതിന് വെള്ള നിറമാണെന്ന് പറയും. പക്ഷേ അപ്പോൾ അതങ്ങനെ ആകാശത്തു കൂടി അവരതങ്ങനെ പോവുകയും ചെയ്തു. അപ്പോഴത്തേക്ക് പിറ്റേ ദിവസം നോക്കാം എന്ന് നമുക്ക് പറയും. അങ്ങനെ അവർ പറയുകയാണ് കറുത്ത വാലിന് കറുപ്പ് നിറമാണെങ്കിൽ നീ എൻ്റെ അടിമയായിരിക്കണമെന്ന് വിനിതയോട് കദ്രു പറയുകയാണ്. അതേസമയം വെള്ളയാണെങ്കിൽ ഞാൻ വിനിതയുടെ അടിമയാകാം എന്നും പറയും. പക്ഷേ പിറ്റേ ദിവസം ഒരു അധർമ്മം അവിടെ വിളയാടുന്നുണ്ട്. അതോടുകൂടി ഉച്ചൈസ്രവസിൻ്റെ വാലിൽ കരിനാഗങ്ങൾ തൂങ്ങിക്കിടക്കുകയാണ്. പിറ്റേ ദിവസം പോകുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഉച്ചൈസ്രവസിൻ്റെ വാലിൽ കറുപ്പ് നിറമാണ് കാണുന്നത്. അപ്പോൾ വിനിത പെട്ടു. കദ്രുവിൻ്റെ അടിമയായി തീരേണ്ടി വന്നു വിനിതയ്ക്ക്. അങ്ങനെ വിനിത പിന്നീട് കദ്രുവിൻ്റെ മക്കളെയൊക്കെ നോക്കി അങ്ങനെ ജീവിക്കുകയാണ്. വിഷസർപ്പങ്ങളാണ്, പേടി വരും കാണുമ്പോൾ തന്നെ. എങ്കിലും അവരുടെ വിശപ്പൊക്കെ അടക്കാനുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുകയും അതുങ്ങളെ നോക്കുകയൊക്കെ ആയിട്ട് അങ്ങനെ കദ്രുവിൻ്റെ അടിമയായിട്ട് വിനിത പിന്നീട് അങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കൽ ആ വിരിയാനിരുന്ന വിനിതയുടെ ഒരു മുട്ടയുണ്ടല്ലോ, ആ മുട്ട വിരിയുന്നത്. ആ മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുന്നതാണ് ഗരുഡസ്വാമി. നല്ല ചിറകുകളൊക്കെ ആയി ഗരുഡൻ്റെ രൂപത്തോടു കൂടി അങ്ങനെ വരികയാണ്. ഗരുഡസ്വാമിയുടെ ആ ചിറകടിക്കുന്ന ചിറകിൻ്റെ അടി അത് സാമവേദമാണ്. സാമവേദ മന്ത്രങ്ങളാണ് ആ ചിറകടിയിൽ പ്രതിധ്വനിക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ഗരുഡസ്വാമി പുറത്തേക്ക് വരുന്നു. പക്ഷേ ഗരുഡസ്വാമിക്ക് ഒരു വീക്ക്നെസ് ഉണ്ട്. ഗരുഡസ്വാമിക്കാണെങ്കിൽ എന്നിട്ടും പുറത്ത് ജനിച്ച ഉടനെ ഓടി വരികയാണ്, തൻ്റെ അമ്മയെ കാണാനായിട്ട് വരികയാണ്. വിനിതയാണെങ്കിൽ കദ്രുവിൻ്റെ മക്കളെയൊക്കെ നോക്കി അങ്ങനെ ഭയങ്കര സങ്കടത്തിൽ അങ്ങനെ ജീവിക്കുകയാണ്. അപ്പോഴാണ് മകനെ കാണുന്ന സന്തോഷമായി. എൻ്റെ മകൻ വന്നു, എന്നെ സംരക്ഷിക്കും, ഇനി എന്നെ രക്ഷിക്കുക എന്നൊക്കെ വിനിത അങ്ങനെ ആഗ്രഹിക്കുകയാണ്. അപ്പോഴാണ് മകൻ അമ്മയെ കാണുമ്പോൾ തന്നെ ഗരുഡസ്വാമി പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ, അമ്മ എനിക്ക് വിശക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ഈ ഗരുഡസ്വാമിക്ക് ഭയങ്കര വിശപ്പാണ്. എത്ര ഭക്ഷണം കഴിച്ചിട്ടും മതിയാകുന്നില്ല. വിശന്ന് വലഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അമ്മ പറയും ഗരുഡസ്വാമിക്ക് എന്തൊക്കെ ഭക്ഷണം കൊടുത്തിട്ടും ഒന്നും മതിയാകുന്നില്ല, വിശപ്പ് വീണ്ടും വീണ്ടും വരികയാണ്. വിനിതയാണെങ്കിൽ കദ്രുവിൻ്റെ മക്കളെയൊക്കെ തീറ്റിപ്പോറ്റി വിഷമിച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ പ്രതീക്ഷയ്ക്കത്ത് ഭയങ്കരമായി സന്തോഷിച്ചു പുത്രൻ വന്നതറിഞ്ഞ്. അത്ര സന്തോഷത്തിൽ വന്ന ആ പുത്രനാകട്ടെ ഇങ്ങനെ ഭയങ്കര വിശപ്പാണ്. അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണങ്ങളൊക്കെ വിനിതയുടെ അടുത്തുണ്ടായിരുന്ന ഭക്ഷണമൊക്കെ കൊടുത്തു. എന്നിട്ടും നമ്മുടെ ഗരുഡസ്വാമിയുടെ വിശപ്പടങ്ങുന്നില്ല. ഗരുഡസ്വാമിക്ക് വീണ്ടും വീണ്ടും ഭയങ്കരമായ വിശപ്പാണ് വരുന്നത്. പറയുന്ന അമ്മ എനിക്ക് ഇതൊന്നും കഴിച്ചിട്ട് മതിയാകുന്നില്ല, വിശക്കുന്നു എന്ന് ഗരുഡസ്വാമി അമ്മയോട് പറയുകയാണ്. അവസാനം വിനിത പറയുകയാണ് അവിടെ ഒരു ദ്വീപുണ്ട്, ആ ദ്വീപിൽ കുറേ നിഷാദന്മാരുണ്ട്, അവരെ പോയി കഴിക്കൂ, അവിടെ ഒരു ബ്രാഹ്മണനുണ്ട്, ആ ബ്രാഹ്മണനെ നീ കഴിക്കരുത് എന്ന് അമ്മ പറയുകയാണ്. അങ്ങനെ വിനിതയുടെ വിനിത പറഞ്ഞതനുസരിച്ച് ഗരുഡസ്വാമി അവിടെ ഒരു ഗ്രാമത്തിൽ പോകുന്നു. അവിടെ ചെന്ന് നിഷാദന്മാരെയൊക്കെ കഴിക്കുന്നു, അതിനൊപ്പം ആ ബ്രാഹ്മണനെയും എടുത്ത് കഴിക്കുന്നു. അത്രയ്ക്ക് വിശപ്പാണ്. അപ്പോൾ പക്ഷേ ആ ബ്രാഹ്മണനെ കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗരുഡസ്വാമിയുടെ തൊണ്ടയിൽ ഒരു പൊള്ളലുണ്ടാകുന്നു. ആ പൊള്ളൽ വരുമ്പോഴത്തേക്ക് ഗരുഡസ്വാമിക്ക് ഓർമ്മ വരും, ആ അമ്മ പറഞ്ഞതാണല്ലോ എന്ന് ഓർക്കും. അങ്ങനെ ആ ഗരുഡസ്വാമി ബ്രാഹ്മണന് പുറത്തേക്ക് ഇങ്ങനെ തുപ്പിക്കളയുകയാണ്, തലയിടുന്നു. അങ്ങനെ കഴിയുന്നു. അതിനുശേഷം വീണ്ടും അതൊക്കെ കഴിച്ചിട്ടും വിശപ്പ് മാറുന്നില്ല. അവസാനം അച്ഛൻ്റെ അടുത്ത് പോകുന്നു, കശ്യപ മുനിയുടെ അടുത്ത് എന്ന് ഗരുഡസ്വാമി പറയുകയാണ്, എനിക്ക് ഭയങ്കര വിശപ്പാണ് അച്ഛാ, എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരൂ എന്ന് പറയും. അങ്ങനെ അവസാനം കശ്യപ മുനി പറയുന്നു അവിടെ ഒരു ചെളിക്കുളമുണ്ട്, അവിടെ ഒരു ആനയും ഒരു ആമയുമുണ്ട്. അവർ കഴിഞ്ഞ ജന്മത്തിൽ ബ്രാഹ്മണരായിരുന്നു. ഈ ജന്മം അവർ ചെളിക്കുണ്ടിൽ കഴുകിയാണ്. അവർ ബ്രാഹ്മണരായിരുന്ന അവർ സ്വത്തിൻ്റെ പേരിൽ തർക്കമുണ്ടായി, അവർ തമ്മിൽ പരസ്പരം വഴക്കൊക്കെയുണ്ടായി. അങ്ങനെ ശാപം കിട്ടി അവരിവിടെ ആ ചെളിക്കുളത്തിൽ വന്ന് ഇപ്പോൾ ജനിച്ചിരിക്കുകയാണ്. നീ പോയി ആവരെ കഴിക്കാൻ പറയും. അപ്പം ആനയും ആമയൊക്കെ ആണല്ലോ, അത് കഴിക്കുമ്പോൾ വിശപ്പ് മാറുമെന്നാണ് കശ്യപ മുനി വിചാരിച്ചത്. പക്ഷേ ആ ആനയെയും ആമയെയും ഒക്കെ കഴിച്ചിട്ടും നമ്മുടെ ഗരുഡസ്വാമിക്ക് വിശപ്പ് ഒന്നും അടങ്ങുന്നില്ല. വീണ്ടും കശ്യപ
പറയുകയാണ്. കശ്യപ മുനിയുടെ അടുത്ത് വീണ്ടും വരും ഗരുഡസ്വാമി. അച്ഛാ, എനിക്ക് അതൊന്നും കഴിച്ചിട്ട് വിശപ്പ് മാറുന്നില്ല, ഈ വിശപ്പ് കൊണ്ട് ഒരു രക്ഷയില്ല. വീണ്ടും അമ്മയുടെ അടുത്ത് ഇടക്ക് പോകുന്നുണ്ട് ഗരുഡസ്വാമി. അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ അമ്മയാണെങ്കിൽ ഈ കദ്രുവിൻ്റെ മക്കളുടെ കൂടെ വിഷസർപ്പങ്ങളുടെ അടുത്ത് കിടന്ന് അത് ഇടക്ക് കടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് വിനിതയെ. ഇതൊക്കെ കണ്ട് ഗരുഡസ്വാമിക്ക് ഭയങ്കര സങ്കടവും വരുന്നുണ്ട്. അവരെ ഇടക്ക് നമ്മുടെ ഗരുഡസ്വാമിയെയും ശല്യം ചെയ്യും. ഒന്നാമത് ഗരുഡസ്വാമിക്ക് വിശപ്പ് കൊണ്ട് വയ്യ. അതിനിടയ്ക്ക് ഈ സർപ്പങ്ങളൊക്കെ ഗരുഡസ്വാമിയുടെ മേത്തൊക്കെ കയറി ഇരുന്നിട്ട് എന്നെ അവിടെ കൊണ്ടുപോകും, ഇവിടെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കൊണ്ടുപോകാനൊക്കെ ഇങ്ങനെ നിർബന്ധിച്ചു കൊണ്ടിരിക്കും. അമ്മയുടെ ഈ സങ്കടമൊക്കെ കാണുമ്പോൾ ഗരുഡസ്വാമിക്ക് ഭയങ്കര സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ അവസാനം ഗരുഡസ്വാമി കദ്രുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എൻ്റെ അമ്മയെ ഈ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ കദ്രുവിന് ഭയങ്കര ഒരു ധാർഷ്ട്യമാണ്. കദ്രു പറയുന്നു, നീ അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ പോയി അമൃതകുംഭം എടുത്തിട്ട് വരുമെന്ന് പറയുകയാണ്. അപ്പോൾ പക്ഷെ അവരുടെ വിചാരം ഗരുഡസ്വാമിക്ക് ഇതൊന്നും കഴിയില്ല, ഇവരെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ നടക്കില്ല എന്നുള്ള ഒരു വിചാരത്തിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അമ്മയെ രക്ഷിക്കാനായിട്ട് ഒരു മാതൃ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ് ഗരുഡസ്വാമി. അമ്മയെ രക്ഷിക്കാൻ എന്തും ചെയ്യാനും മടിയില്ലാത്ത ഒരാളായിരുന്നു ഗരുഡസ്വാമി. അപ്പോൾ അവസാനം അച്ഛൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, എനിക്ക് സ്വർഗലോകത്തിൽ പോയി അമൃതകുംഭം എടുക്കണം, അതിന് ആദ്യം എൻ്റെ വിശപ്പ് ശമിപ്പിക്കണം. എൻ്റെ വിശപ്പ് മാറിയാൽ മാത്രമേ എനിക്ക് അവിടം വരെ ദുർഘടമായ ഒരു യാത്രയാണ്, എനിക്ക് അവിടം വരെ പോകാനായിട്ട് ഈ വിശപ്പ് മാറിയാലേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ വിശപ്പിനെ മാറ്റാൻ എന്തെങ്കിലും പറഞ്ഞു തരൂ അച്ഛാന്ന് കശ്യപ മുനിയോട് പറയുകയാണ്. കശ്യപ മുനി പറയുന്നു, അടുത്തൊരു ഗ്രാമമുണ്ട്, അവിടെ നിറയെ കന്നുകാലികളുണ്ട്, നീ ആ കന്നുകാലികളെയൊക്കെ പോയി കഴിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ അവിടെയാണ് പ്രശ്നം വരുന്നത്. അങ്ങോട്ട് പോവുകയാണ് നമ്മുടെ ഗരുഡസ്വാമി. അവിടെ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കന്നുകാലികളെയും മനുഷ്യരെയും അതൊന്നും തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല ഗരുഡസ്വാമിക്ക്. അവിടെ ഉണ്ടായിരുന്ന കന്നുകാലികളെയൊക്കെ ഗരുഡസ്വാമി പിടിച്ച് കഴിക്കുകയാണ്. ആ കന്നുകാലികളൊക്കെ തീർന്നു കഴിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറേ മനുഷ്യരെ കൂടി എടുത്ത് ഭക്ഷിക്കുകയാണ് നമ്മുടെ ഗരുഡസ്വാമി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറേ മനുഷ്യർ അവരെല്ലാവരും വൈഷ്ണവരായിരുന്നു, വിഷ്ണു ഭക്തരായിരുന്നു. ഭഗവാനെ വിളിച്ച് അവർ പ്രാർത്ഥിക്കുകയാണ്. ഇതിനിടയിൽ തന്നെ നമ്മുടെ ഗരുഡസ്വാമിയും ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ഭഗവാനെ എന്നെ ഇതിൽ നിന്ന് എങ്ങനെയും രക്ഷിക്കൂ, ഈ വിശപ്പിൽ നിന്ന് എന്നെ ഒന്ന് മോചിപ്പിക്കൂ എന്ന് പറഞ്ഞ് ഗരുഡസ്വാമിയും ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ അവസാനം ഗരുഡസ്വാമിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുകയാണ്, എന്താണ് നിൻ്റെ ആവശ്യം, എന്താണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഭഗവാനോട് ഗരുഡസ്വാമി പറയുകയാണ്, എന്നെ ഒന്ന് രക്ഷിക്കണം, എനിക്ക് ഭയങ്കര അമിതമായ വിശപ്പാണ്, ഈ വിശപ്പിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണം, എനിക്ക് സ്വർഗത്ത് പോയി അമൃതകുംഭം എടുത്ത് കൊണ്ടുവന്ന് എൻ്റെ അമ്മയെ ആ കദ്രുവിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കണം, അതിനുവേണ്ടി എന്നെ ഒന്ന് സഹായിക്കണം, ഈ വിശപ്പ് മാറുന്നില്ല എനിക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ ഭഗവാൻ പറയും, നീ ഒരു കാര്യം ചെയ്യൂ, എൻ്റെ ഇടത് തോളിൽ വന്നിരുന്നിട്ട് അവിടുന്ന് ആ മാംസം ഭക്ഷിച്ചോളൂ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഗരുഡസ്വാമിക്കൊരു വിഷമം വരും, സങ്കടം വരും. അയ്യോ, ഭഗവാന്റെ മാംസം ഭക്ഷിക്കാനോ എന്ന്. പക്ഷേ ഭഗവാൻ പറഞ്ഞതല്ലേ, അതനുസരിക്കാതിരിക്കാനും കഴിയില്ല. അങ്ങനെ ഗരുഡസ്വാമി ഭഗവാന്റെ തോളിൽ വന്നിരുന്ന ആ മാംസം, ആ ഇറച്ചി ഇങ്ങനെ കടിച്ച് പറിച്ച് തിന്നുകയാണ്. അത് കഴിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് അടുത്ത മാംസം വന്നത് മൂടുകയാണ്. അവിടെ മാംസം പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗരുഡസ്വാമി കഴിക്കുന്നതനുസരിച്ച് ഭഗവാന്റെ ആ ഇടത്തോളിലെ മാംസം വന്നിങ്ങനെ മൂടുന്നത് കൊണ്ട് വീണ്ടും ഗരുഡസ്വാമിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അത് കഴിച്ചാണ് ഗരുഡസ്വാമിയുടെ വിശപ്പ് ശമിക്കുകയാണ്. ആ വയറ് നിറഞ്ഞു എന്ന് തോന്നുന്നത് അപ്പോഴാണ്. ഭഗവാനോട് നന്ദി പറയുകയാണ് ഗരുഡസ്വാമി. അങ്ങനെ ഭഗവാന് നന്ദി പറഞ്ഞിട്ട് മതിയാകുന്നില്ല. അപ്പോൾ ഭഗവാനോട് അവസാനം ഗരുഡസ്വാമി പറയുകയാണ്, എൻ്റെ വിശപ്പ്, എനിക്ക് ജനിച്ചപ്പോൾ മുതൽ എന്നെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ വിശപ്പെന്ന ആ ഒരു ഇത് ഭഗവാൻ നിമിത്തമാണ് എനിക്ക് മാറിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭഗവാന്റെ ഒരു
ദാസനായി ജീവിക്കാനാണ് ഇഷ്ടം. ഭഗവാൻ എന്നെ ഭഗവാന്റെ വാഹനമായി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഭഗവാന്റെ കാലിൽ വീണ് അപേക്ഷിച്ച് അങ്ങനെ കരയുകയാണ്. അപ്പോഴത്തേക്ക് ഭഗവാൻ പറയും, അതെ, ഞാനത് സമ്മതിച്ചു, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ, നീ നിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വരൂ, നിന്നെ പ്രതീക്ഷിച്ച് ഞാൻ ഇവിടെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ച് ഗരുഡസ്വാമിയെ വിടുകയാണ്. അങ്ങനെ ഗരുഡസ്വാമി പറന്ന് ഭയങ്കര ദുർഘടമായ ഒരവസ്ഥയിലൂടെയൊക്കെയാണ് പോകുന്നത്. അങ്ങനെ പോയി സ്വർഗത്തെത്തുന്നു, അമൃതകുംഭം എടുക്കുന്നു. അവിടെ ഇന്ദ്രൻ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. അമൃതകുംഭമാണ് എടുത്തേണ്ട പോകുന്നത്. ഇന്ദ്രൻ്റെ സ്വർഗത്തിൽ നിന്നാണ് ഈ അമൃതകുംഭം എടുത്തേണ്ട പോരുന്നത് നമ്മുടെ ഗരുഡസ്വാമി. എന്തിനാണ്? അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയാണ്. എല്ലാ പരിതസ്ഥിതികളും മറന്ന് അമ്മയെ, ആ കത്രുവിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വന്തം അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഒരു മാതൃവാത്സല്യത്തിൻ്റെ, മാതൃസ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ് ഗരുഡസ്വാമി. അദ്ദേഹത്തിൻ്റെ ആ ഒരു സത്യസന്ധത, അതാണ് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ അമൃതകുംഭം എടുത്തേണ്ടി വരുമ്പോൾ ഒരു തുള്ളി പോലും അദ്ദേഹം രുചിച്ചു പോലും നോക്കുന്നില്ല. കാരണം അമൃതകുംഭം ഒരു അമൃത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ചിരഞ്ജീവിയാണ്, അദ്ദേഹത്തിന് മരണമില്ല. അങ്ങനെ അദ്ദേഹത്തെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, അങ്ങനെ ജീവിക്കാം. പക്ഷേ എങ്കിൽ പോലും ഒരു തുള്ളി അമൃത് പോലും അദ്ദേഹം ഒന്ന് രുചിച്ചു നോക്കുന്നില്ല. അങ്ങനെ അമൃതകുംഭം കൊണ്ടുവന്ന് കത്രുവിൻ്റെ അടുത്ത് വെക്കുന്നു. അപ്പോഴത്തേക്ക് സർപ്പങ്ങളെല്ലാം ഓടിക്കൂടി ആ അമൃതകുംഭം എടുത്ത് അങ്ങനെ പോകാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഗരുഡസ്വാമി പറയും, അതങ്ങനെയൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല, നിങ്ങൾ പോയി കുളിച്ച് ശുദ്ധിയായിട്ടൊക്കെ വരും, അതിനുശേഷം മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയും. അങ്ങനെ അവർ സർപ്പങ്ങളും നാഗങ്ങളും എല്ലാവരും കൂടി അത് കുളിക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് തൻ്റെ അമ്മയെ അധർമ്മത്തിലൂടെയാണ് കത്രു അടിമയാക്കിയത്, ഒരു ചതി ചെയ്തുകൊണ്ടാണ് അമ്മയെ അടിമയാക്കിയത്. അതുപോലെ തന്നെ ഗരുഡസ്വാമിയും ഒരു ചതി അവിടെ നടത്തുകയാണ്. അവർ കുളിക്കാൻ പോയ തക്കത്തിന് ആ അമൃതകുംഭവും എടുത്ത് അമ്മയെ മോചിപ്പിച്ചു. അമൃതകുംഭം കൊണ്ടുവന്നപ്പോൾ അമ്മ ആ അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ടു. പിന്നെ ആ അമൃതകുംഭം എടുത്തുകൊണ്ട് നമ്മുടെ ഗരുഡസ്വാമി തിരിച്ച് സ്വർഗലോകത്ത് തന്നെ എത്തുകയാണ്. അവിടെ ഇന്ദ്രൻ യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയായിരുന്നു. അവിടേക്കാണ് നമ്മുടെ ഗരുഡസ്വാമി എത്തുന്നത്. എന്നിട്ട് അദ്ദേഹത്തിനോട് അത് അമൃതകുംഭം തിരിച്ചു നൽകി മാപ്പപേക്ഷിക്കുന്നു. എൻ്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുപോയതാണ്, ഇതിൽ നിന്ന് ഒരു തുള്ളി പോലും ഞാൻ രുചിച്ച് നോക്കിയിട്ടില്ല, മാത്രമല്ല ഭൂമിയിൽ ഒരു 4 തുള്ളി വീണിട്ടുണ്ട്, അല്ലാതെ ഒരാളും ഇതിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല എന്നും കൂടി പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഇന്ദ്രനും ഭയങ്കര സന്തോഷമാണ്. ഈ ഗരുഡൻ്റെ സത്യസന്ധതയിൽ സംതൃപ്തനായ ഇന്ദ്രദേവൻ ഗരുഡനോട് ചോദിക്കുന്നു, നിനക്ക് എന്തൊരു വരമാണ് വേണ്ടത്? നിനക്കൊരു വരം തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗരുഡസ്വാമി ചോദിക്കുന്ന വരം ഇതാണ്, എൻ്റെ അമ്മയെ പറ്റിച്ച സർപ്പങ്ങൾ, എനിക്കിപ്പോൾ വിശപ്പൊന്നുമില്ല, പക്ഷേ എപ്പോഴെങ്കിലും എനിക്ക് വിശക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ ഭക്ഷണമാക്കേണ്ടത് സർപ്പങ്ങളെ ആയിരിക്കണം. എൻ്റെ അമ്മയെ ഇത്രയും നാൾ കഷ്ടപ്പെടുത്തിയ ആ സർപ്പങ്ങളായിരിക്കണം എൻ്റെ ഭക്ഷണമായി വരേണ്ടത്. അതാണ് എനിക്ക് വേണ്ട വരം എന്ന് പറയുന്നു. ആയിക്കോട്ടെ, നിനക്ക് ആ വരം ഞാൻ നൽകിയിരിക്കുന്നുവെന്ന് ഇന്ദ്രദേവൻ പറയുകയാണ്. തൻ്റെ ഭക്തനായ ഗരുഡസ്വാമിയുടെ ഈ സത്യസന്ധത ഗുരുവായൂരപ്പന് പോലും വളരെയേറെ സന്തോഷമാണ് ഉണ്ടാക്കിയത്. ഗരുഡസ്വാമിയുടെ ഈ സത്യസന്ധതയിൽ സംതൃപ്തനായ മഹാവിഷ്ണുവും അദ്ദേഹത്തിനേക്കാൾ ഉയർന്ന ഒരു സത്യസന്ധതയിൽ ഇരിക്കുകയാണ് ഇപ്പോൾ ഗരുഡസ്വാമി. അതിനാൽ അദ്ദേഹവും ഒരു അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൊടിയിൽ എപ്പോഴും ഗരുഡസ്വാമിയുടെ ചിഹ്നമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ അത് മാത്രമല്ല, ഞാൻ എവിടെ പോയാലും എൻ്റെ വാഹനമായി ഗരുഡസ്വാമി എൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു വരം കൂടി ഭഗവാൻ ഗരുഡസ്വാമിക്ക് കൊടുക്കുകയാണ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഈ കഥയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.